أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. صدق الله العظيم. സൂറത്തുൻ നൂർ 51-2. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന, നിശ്ചയം വിശ്വാസികളുടെ വാക്ക് ആയിരുന്നു, ഇദാ ദുഉ ഇലല്ലാഹി വർ റസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, അൻ യഖൂലു, പറയുക മാത്രം. ഇന്നമയുടെ അർത്ഥം അൻ യഖൂലു എന്നതിൻ്റെ കൂടെയാണ് വരിക. ഇന്നമാ അൻ യഖൂലു, അവർ പറയുക മാത്രമാണ് ചെയ്യുക. സമിഅന വ അതാഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ അക്കൂട്ടർ അവർ തന്നെയാകുന്നു വിജയികൾ. വമൻ യുതിഇല്ലാഹ വ റസൂലഹു, ആർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ, വയഖ്ഷല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നുവോ, വയത്തഖ്, സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ, ഹി, അവനെ, അത് രണ്ടും കൂടി ചേർത്താണ് വയത്തഖ് ഹി, അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ, ഫഉലൈക, അക്കൂട്ടർ, ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. മുനാഫിക്കുകൾ അവർ അനുസരിക്കാമെന്ന് പറയുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും. അവരുടെ മനസ്സിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് രോഗമാണോ, അതല്ല സംശയമാണോ, അതല്ല അള്ളാഹും റസൂലും അവരോട് അഴിമതി കാണിക്കുമെന്നവർ ഭയപ്പെടുകയാണോ? ഇതൊക്കെയാണല്ലോ ചോദിച്ചത്. എന്നാൽ മുഅ്മിനുകൾ അങ്ങനെയല്ല. മുഅ്മിനുകൾ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, മുഅ്മിനീങ്ങൾക്ക് തമ്മിൽ തർക്കമുണ്ടായാൽ, നേരത്തെ സൂറത്തുൻ നിസായിൽ വന്നതുപോലെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും നേതൃത്വത്തെ അനുസരിക്കുക. വല്ല കുഴപ്പമുണ്ടായാൽ, വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. മുഅ്മിനീങ്ങളെ അവർക്കിടയിലുണ്ടാകുന്ന വല്ല തർക്കത്തിലും വിധി പറയാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അവർക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അത് സമിഅന വ അതാഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഖുർആൻ മറ്റു സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. താങ്കളുടെ റബ്ബാണ് സത്യം, അവർ മുഅ്മിനാകുകയില്ല, അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുകയും താങ്കളുടെ വിധി തീർപ്പ് യാതൊരു മനപ്രയാസവുമില്ലാതെ സമ്മതിക്കുകയും ചെയ്യുന്നത് വരെ അവരാരും യഥാർത്ഥ മുഅ്മിനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സംഗതി ഇവിടെ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾ ചെയ്യുക, അള്ളാഹുവിലേക്കും റസൂൽ, അഥവാ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ നിയമം അനുസരിച്ച് തീർക്കാമെന്ന് പറഞ്ഞ് റസൂല് വിളിച്ചാലും ഉലുൽ അംർ വിളിച്ചാലും അവർക്കാകെ പറയാനുണ്ടാക്കുക സമിഅന വ അതാഅന, കേൾക്കാം, അനുസരിക്കാം എന്നാണ്. തർക്കങ്ങൾ, അനന്തരാവകാശ തർക്കം, സ്വത്ത് തർക്കങ്ങൾ, ഇടപാടിലെ തർക്കങ്ങൾ ഒക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമം അനുസരിച്ച് എന്താണ് വിധി, അത് കിട്ടിയാൽ മതി. അത് ഗുണമുള്ള വിധിയാണെങ്കിലും നഷ്ടമുള്ള വിധിയാണെങ്കിലും, നേട്ടമുള്ള വിധിയാണെങ്കിലും നഷ്ടമുള്ള വിധിയാണെങ്കിലും ഒരുപോലെ സമ്മതമായിരിക്കും മുഅ്മിനുകൾക്ക് എന്നാണ് പറഞ്ഞത്.
അവരെത്ര വിജയികൾ, അല്ലാത്തവർ പരാജിതരാണ് എന്നർത്ഥം. ഈ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന വർത്തമാനം നമ്മൾ സാധാരണ പറയാറുള്ളത് നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ വിധികളും വിലക്കുകളും അവയുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അവയുടെ ശരിയായ നിർവഹണവുമായി ബന്ധപ്പെടുത്തിയാണ്. യഥാർത്ഥത്തിൽ അതിലൊന്നും ഇപ്പോൾ മുനാഫിക്കുകൾക്ക് ആ കാലത്ത് അഭിപ്രായ വ്യത്യാസം, റസൂൽ നിസ്കരിച്ച പോലെ ഞങ്ങൾ നിസ്കരിക്കില്ല എന്നൊന്നും പറയുന്ന ആരും ആ കാലത്തില്ല. പിന്നെ എവിടെയാണ് അത്? ലിയഹ്കുമ ബൈനഹുമാണ്. മനുഷ്യർ തമ്മിലുണ്ടാകുന്ന തർക്കവിതർക്കങ്ങളിൽ അതിലൊക്കെ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുക. സ്വത്തവകാശം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സൂറത്തു നിസായിൽ വിവാഹം, ബഹുഭാര്യത്വം, അനാഥ സംരക്ഷണം, അനന്തരാവകാശം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതേ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളിലാണ് അനുസരണക്കേട് ഉണ്ടാക്കുക. മുസ്ലിം സമുദായം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആരാധനാ കാര്യങ്ങളിലൊക്കെ വലിയ നിഷ്ഠയാണ്. പക്ഷേ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ അള്ളാഹുവും വേണ്ട, റസൂലും വേണ്ട. അത് മുനാഫിക്കിൻ്റെ നിലപാടാണെന്ന് പറഞ്ഞത്. മൂമിനാണെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അഥവാ ദീനീ നിയമം അനുസരിച്ച്, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് എനിക്ക് അവകാശപ്പെട്ടത് എന്താണ്, എൻ്റെ കടമ എന്താണ്, ഇതേ അറിയേണ്ടതുള്ളൂ, അത് നിർവഹിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളവർ വിജയിക്കും എന്ന് പറഞ്ഞു. ഇന്ന് മുസ്ലിം ലോകം തന്നെ ഉള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റി നിർത്തി അവഗണിച്ച് വെച്ചിട്ട് സ്വന്തമായ നിയമങ്ങൾ ഉണ്ടാക്കി വലിയ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, അവർ പരാജിതരാണാവുക എന്നാണ് പറഞ്ഞത്. വീണ്ടും അത് എടുത്തു പറഞ്ഞു അള്ളാഹു, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫൗലായിക ഹുമുൽ ഫായിസൂൻ. അതായത് അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ എന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. വിധി കൽപ്പിക്കാനല്ല, മൊത്തത്തിൽ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും ആര് അനുസരിക്കുന്നുവോ, എങ്ങനെ അനുസരിക്കുന്നു, വേറെ ആരുടെ സമ്മർദ്ദത്തിലോ ഭയന്നിട്ടോ അല്ല, വയഖ്ശല്ലാഹ, അള്ളാഹുവിനെ ഭയന്നിട്ട് അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുന്നു, വയത്തഖി, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആര് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിനെ ഭയക്കുന്നതിൻ്റെ പേരിൽ അനുസരിക്കുന്നുവോ, നേരത്തെ പറഞ്ഞതിൻ്റെ നേർവിപരീതം, അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ എന്താ പറഞ്ഞത്? അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലു, അള്ളാഹും റസൂലും അവരോട് അന്യായം അല്ലെങ്കിൽ അഴിമതി പ്രവർത്തിക്കുമെന്ന് അവർക്ക് സംശയമാണോ എന്ന് ചോദിച്ചില്ലേ? അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസവും അള്ളാഹുവിനോടുള്ള തഖ്വയും ഭയഭക്തിയുടെയും പേരിൽ ഇസ്ലാമിക നിയമം, ഇസ്ലാമിക ശരീഅത്ത് ആര് അനുസരിക്കുന്നുവോ ഫഉലായിക ഹുമുൽ ഫായിസൂൻ, അവർ വിജയികളാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെയും അനുസരിക്കുന്നവരുണ്ടാകും. അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അതാണ് എനിക്ക് ലാഭം എന്ന് കരുതിയിട്ട് അനുസരിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ ശക്തിയുള്ള ഇസ്ലാമിക ഭരണകൂടമാകുമ്പോൾ ലംഘിച്ചാൽ പിടികൂടപ്പെടുമെന്ന് പേടിച്ചിട്ട് അനുസരിക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ അനുസരിച്ചാലും അതുകൊണ്ട് പടച്ചവൻ്റെ അടുത്ത് കാര്യമൊന്നും കിട്ടൂല എന്ന്. പകരം വയഖ്ശല്ലാഹ വയത്തഖി, തഖ്വയുടെയും ഖശിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആര് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നുവോ, ഇസ്ലാമിക ശരീഅത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ട്രാഫിക് നിയമങ്ങൾ, അത് ക്യാമറ ഉണ്ടെങ്കിൽ അനുസരിക്കും, പോലീസ് നോക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ നടക്കും. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ പോലീസും ക്യാമറയും ഒക്കെ അവനവൻ തന്നെയാണ്. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹിൻ്റെ സർവൈലൻസിലാണ് എന്ന ബോധത്തോടു കൂടി ആരും ചോദ്യം ചെയ്യാനില്ലെങ്കിലും ഇസ്ലാമിക നിയമങ്ങൾ സത്യവിശ്വാസി അനുസരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫഉലായിക ഹുമുൽ ഫായിസൂൻ, അവർ വിജയികളാണ്. അഥവാ അവർ ഇഹലോകത്തും വിജയിക്കും, പരലോകത്തും വിജയിക്കും എന്നർത്ഥം. അതിൻ്റെ ദൈവഭക്തിയുടെയും തഖ്വയുടെയും ഖശിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിക്കുമ്പോൾ അവർ വിജയികളായി തീരും. അതേസമയത്ത് അല്ല, പോലീസ് നോക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കുള്ളൂ എന്ന ഭൗതിക നിയമങ്ങളോടും ഭൗതിക സംവിധാനങ്ങളുടെയും ഒക്കെ രീതി അനുസരിച്ചുള്ളതാണെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഇസ്ലാമിക സമൂഹത്തിന് പ്രത്യേകിച്ച് വിജയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് അടുത്ത വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.